ചാലിയാറിന്റെ കൈവഴിയായ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തെ പട്ടണം. ഇവിടുത്തെ കഥ കുടിയേറ്റത്തിൻ്റെതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ദാരിദ്ര്യവും പകർച്ചവ്യാധിയും ക്ഷാമവും കാരണം മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വലിയൊരു ജനവിഭാഗം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മലബാറിലേക്ക് വന്ന കൂട്ടത്തില് മുക്കത്തേക്കും കുറെ പേര് വന്നു. പണ്ടൊക്കെ മലങ്കാടുകളിൽ നിന്നും തടികൾ വെട്ടിയിറക്കി ഇരുവഴിഞ്ഞിയിലൂടെ കല്ലായിലേക്ക് ഒഴുക്കിയിരുന്നു. അന്ന് മരത്തടികൾ നീരിലാക്കുന്ന ചെറുപുഴയും വലിയ പുഴയും ഒന്നിക്കുന്ന സ്ഥലമായിരുന്നു നീരിലാക്കൽ മുക്ക്. അത് പിന്നെ മുക്കമായി മാറി. മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയം മുക്കത്തെ ഒരു ക്ലാസിക് ആയല്ലോ. സാഹിത്യകാരന്മാരായ കാരശ്ശേരി മാഷും ഹമീദ് ചേന്നമംഗലൂരും ഒ അബ്ദുള്ളയും അബ്ദുറഹ്മാനും സുരാസുവും രാഷ്ട്രീയക്കാരനായ ജോർജ് എം തോമസും മുക്കം മുസ്ലിം ഓർഫനേജിന്റെ സ്ഥാപകനായ മൊയ്തീൻ കോയ ഹാജി, നാടക സിനിമാ മേഖലയിലെ മുക്കം ഭാസി, വിജയൻ, ഭന്ന ചേന്നമംഗലൂർ, സിദ്ദിഖ് ചേന്നമംഗലൂർ, സലാം കാരശ്ശേരി, കാർട്ടൂണിസ്റ്റ് ദിലീഫ് തുടങ്ങിയവരൊക്കെ ഇവിടുത്തുകാരാണ്. എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന നോവലിൽ മുക്കം കടന്നു വരുന്നുണ്ട്. ആദിത്യ മര്യാദയ്ക്ക് പേര് കേട്ട മുക്കംകാർ ഇന്നും കോഴിക്കോടിന്റെ വാണിജ്യ മേഖലയുടെ നട്ടെല്ലായി തുടരുന്നു. അഭിലാഷ്, പി സി, റോസ്, ലിറ്റിൽ റോസ്, അന്നാസ് എന്നിങ്ങനെ 5 തിയേറ്ററുകളും ഇവിടെയുണ്ട്. മാമനോടൊന്നും തോന്നല്ലേ, ഞങ്ങൾ സിനിമാ പ്രേമികളാണേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.